വാസ്തു മാറ്റിയത് കൊണ്ട് ഒരാളുടെ കർമ്മം മാറ്റാൻ പറ്റും അല്ലെങ്കിൽ വിധി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ചോദിച്ചു, കള്ളനായ ഒരാൾ ഒരു വാസ്തുവുള്ളൊരു വീട്ടിൽ താമസിച്ചാൽ അയാളുടെ കള്ളത്തരം മാറുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഈ അടുത്ത കാലത്തെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ വീഡിയോ ഞാൻ ഈ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൃഹനിർമ്മാണം നടക്കുന്ന എൻ്റെ ഒരു സൈറ്റ് യുണീക്ക് ബിൽഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നിന്ന് ഈ വീഡിയോ പറയുമ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ കൺസ്ട്രക്ഷൻ്റെ ഓറിയൻറ്റേഷൻ കൂടുതൽ എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജി വരും. എൻ്റെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം സാറ് പറഞ്ഞതുപോലെ ഞാൻ തുറന്നിട്ടു, ഞാൻ ഒരുപാട് വിൻഡോയും ഡോറും ഒക്കെ വെച്ചു. പക്ഷേ എനിക്ക് വെൽത്ത് വരുന്നില്ല, ചുമ്മാ ഇരുന്ന വെൽത്ത് വരില്ല. നമസ്കാരം, വാസ്തുവിദ്യൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പണക്കാരെല്ലാം വാസ്തു നോക്കുന്നവരാണോ? എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വാസ്തുവിന് നിങ്ങളുടെ വിധി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യങ്ങളും കൂടെ കമ്പയർ ചെയ്ത് അതിനൊരൊറ്റ ഉത്തരമായിട്ടാണ് ഈ വീഡിയോ. പണക്കാരെല്ലാം വാസ്തു നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണക്കാർ വാസ്തു മാത്രം നോക്കുകയല്ല ചെയ്യുന്നത്, ആദ്യം മനസ്സിലാക്കുക. വാസ്തു നോക്കുകയും ഒപ്പം തന്നെ തങ്ങളുടെ കർമ്മമേഖലകൾ, ബിസിനസ് മേഖലകളൊക്കെ നല്ല രീതിയിൽ വെറുതെ വരാനുള്ള ശ്രമം നടത്തുകയും, വീട് വയ്ക്കുകയാണെങ്കിൽ വീടിന് അതിൻ്റെ ആർക്കിടെക്ചറലായിട്ടുള്ള ഗുണങ്ങളും സ്ട്രക്ചറലായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ ഉള്ള വീട് വയ്ക്കാനും ഇത്തരം കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത്, നമ്മുടെ വാസ്തു മാത്രം നോക്കുന്നത് കൊണ്ട് നിങ്ങൾ ഫ്ലറിഷ് ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ മറ്റ് കാര്യങ്ങളും കൂടി ശരിയായാൽ മാത്രമേ നിങ്ങൾ ഫ്ലറിഷ് ചെയ്യുള്ളൂ എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് പല വീട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. വാസ്തു മാറ്റിയത് കൊണ്ട് ഒരാളുടെ കർമ്മം മാറ്റാൻ പറ്റും അല്ലെങ്കിൽ വിധി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിധി മാറ്റാനായിട്ട് വാസ്തുവിന് പറ്റില്ല. വാസ്തു മാറ്റുന്ന കർമ്മഫലം ഒരിക്കലും വാസ്തുവിന് മാറ്റാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കർമ്മഫലത്തിനെ മാറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെ റീഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്പേസിന് കഴിയും. നിങ്ങൾ നല്ലൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു വാസ്തു ഉള്ളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റ് മാത്രമല്ല, ഒരു സ്പേസിൻ്റെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ രീതികൾ മാറുകയും നിങ്ങളുടെ ചിന്തകൾ മാറുകയും നിങ്ങളുടെ പ്രവൃത്തികൾ മാറുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യത്യാസം അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വാസ്തു മാറ്റിയത് കൊണ്ട് മാറ്റുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇടയ്ക്കൊരാളുടെ അടുത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ ചോദിച്ചു, കള്ളനായ ഒരാൾ ഒരു വാസ്തുവുള്ളൊരു വീട്ടിൽ താമസിച്ചാൽ അയാളുടെ കള്ളത്തരം മാറുമോ എന്ന് ചോദിച്ചപ്പോൾ, കള്ളത്തരത്തിനെ പറ്റി ചിന്തിക്കാനുള്ള അയാളുടെ മനസ്സിനെ അത് സ്വാധീനിക്കുകയും കള്ളത്തരത്തിനെ പറ്റിയുള്ള ചിന്തകൾ അയാളിൽ നിന്ന് മാറുകയും ചെയ്യാൻ വാസ്തുവിന് തീർച്ചയായും പറ്റും. കാരണം നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മളെ എപ്പോഴും റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിരിക്കുന്ന സ്പേസാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ള. ഒരു ദിവസം നമ്മളിരിക്കുന്ന സ്പേസ്, ഓരോ സ്പേസിലും നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ദിവസം എത്ര സ്ഥലങ്ങളിൽ പോയിരിക്കുന്നുണ്ട്, ആ ഓരോ സ്ഥലത്തെയും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സ്ഥലം കൊടുക്കുന്ന ഒരു എനർജി നിങ്ങൾ സ്വയം ഒരു ഒബ്സർവേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന് വാസ്തു എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തത് തന്നെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. കൃത്യമായിട്ടുള്ള സ്പേസുകൾ റീഡിഫൈൻ ചെയ്യുന്നതിലൂടെ എങ്ങനെ നമുക്കൊരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാം അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെയാണ് വാസ്തു ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിനൊരു കോസ്മിക് ഓർഡർ, നമ്മൾ പറയില്ല, ഒരു കോസ്മിക് ഓർഡർ കൊണ്ടുവന്നതോടുകൂടിയാണ് കൃത്യമായി കണക്കുകളും ജോമെട്രിയും ഓറിയൻറ്റേഷനും എല്ലാം വന്നത്. ഇതൊരു ആർക്കിടെക്ചറൽ ബ്രില്യൻസാണ് ശരിക്കും പറഞ്ഞു. നമ്മുടെ പഴയ ആചാര്യന്മാർ കൊണ്ടുവന്നൊരു ആർക്കിടെക്ചറൽ ബ്രില്യൻസാണ് ഈ വാസ്തു എന്ന് പറയുന്നത്. അതിന് മോഡേൺ ലൈഫിലേക്ക് അല്ലെങ്കിൽ മോഡേൺ ആർക്കിടെക്ചറിലേക്ക് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എന്നെപ്പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഫക്റ്റീവായിട്ട് ബ്ലൈൻഡായിട്ട് അങ്ങനെ ഫെയ്ത്ത് എന്ന രീതിയിലല്ല, അതിൻ്റെ ആ ഗുണങ്ങൾ മനസ്സിലാക്കി അത് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യുന്നിടത്താണ് നമുക്ക് അതിൻ്റെ ഒരു ഇന്നർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഈ അടുത്ത കാലത്തെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ വീഡിയോ ഞാൻ ഈ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൃഹനിർമ്മാണം നടക്കുന്ന എൻ്റെ ഒരു സൈറ്റ് യുണീക്ക് ബിൽഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നിന്ന് ഈ വീഡിയോ പറയുമ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ കൺസ്ട്രക്ഷൻ്റെ ഓറിയൻറ്റേഷൻ കൂടുതൽ എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജി വരും. അത് കൃത്യമായിട്ട് ഇവിടെ ആ ഒരു എനർജിയാണ്. ഇതൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ നമ്മളൊരു സൃഷ്ടി നടക്കുന്ന സ്ഥലമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഓഫീസ് മുറിയിൽ നിന്ന് ഞാൻ മറ്റൊരു ആംബിയൻസിലേക്ക് വന്ന് വീഡിയോ ചെയ്ത് നിങ്ങളോട് ബോധിക്കുന്നത്. സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിരിക്കുന്ന സ്പേസ്, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ ഈ എൻവയോൺമെൻറ്റ് ചേഞ്ചാണ് വാസ്തു കൊണ്ടുവരുന്നത്. അല്ലാതെ
ഒരാളുടെ കർമ്മം മാറ്റുകയോ അല്ലെങ്കിൽ അയാളുടെ വിധി മാറ്റുകയോ ചെയ്യുകയല്ല വാസ്തു ചെയ്യുന്നത്. വാസ്തു ചെയ്യുന്നത് അയാളിരിക്കുന്ന എൻവയോൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് വാസ്തുവിൻ്റെ മോട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പണക്കാരനാവാനായിട്ട് വാസ്തു ലക്ക് ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ ധനത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന വാസ്തു ടിപ്പുകൾ ഫോളോ ചെയ്യുമ്പോൾ ആ ധനസ്ഥിതി മാറാനുള്ള മൈൻഡ് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പ്രവൃത്തി ചെയ്യാതെ ഒരിടത്ത് പോയിരുന്ന പൈസ ഉണ്ടാവണം എന്നില്ല, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ വെറുതെ ഇങ്ങനെ അത് കിട്ടും. എൻ്റെ വീട്ടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം സാറ് പറഞ്ഞതുപോലെ ഞാൻ തുറന്നിട്ടു, ഞാൻ ഒരുപാട് വിൻഡോയും ഡോറും ഒക്കെ വെച്ചു, പക്ഷേ എനിക്ക് വെൽത്ത് വരുന്നില്ല. ചുമ്മാ ഇരുന്ന വെൽത്ത് വരില്ല. നിങ്ങളുടെ മനസ്സിൽ വെൽത്ത് ഉണ്ടാക്കാനുള്ള ചിന്തകളെയാണ് വാസ്തു സ്വാധീനം ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.